ഡോക്ടർ BR അംബേദ്കർ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ജാതി വ്യവസ്ഥയുടെ കോട്ടകൾ തകർത്തെറിഞ്ഞ വിപ്ലവകാരി. ഈ മുഖങ്ങൾ നമുക്ക് മനഃപ്പാടമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അംബേദ്കറെ നിങ്ങൾക്ക് പൂർണ്ണമായും അറിയാമോ? നമ്മുടെ പൊതു ഇടങ്ങളിൽ, ചർച്ചകളിൽ, ലൈബ്രറികളിൽ സൗകര്യപൂർവ്വം മറച്ചുപിടിച്ച അംബേദ്കറുടെ മറ്റൊരു വശം കൂടിയുണ്ട്. സ്വന്തം മതമായ ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെ വിമർശിച്ച അതേ ആർജവത്തോടെ തന്നെ, അതിലും തീവ്രമായ ഭാഷയിൽ അദ്ദേഹം മറ്റൊരു മതത്തെ, ഇസ്ലാമിനെ വിമർശിച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്തിയ ബാബാ സാഹേബ് ഖുറാനെ മാനവരാശിയുടെ ശത്രു എന്ന് വിശേഷിപ്പിച്ചതിന്റെ കാരണം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ആധുനിക അംബേദ്കറൈറ്റുകളും പുരോഗമനവാദികളും അദ്ദേഹത്തിന്റെ ഈ വിമർശനങ്ങൾ ചർച്ചകളിൽ നിന്നും വിദഗ്ധമായി ഒഴിവാക്കുന്നത്? അദ്ദേഹത്തിന്റെ വിഖ്യാത ഗ്രന്ഥമായ പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യയിൽ ഒളിച്ചിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിയ ആ ചരിത്ര സത്യം എന്താണ്? ഇതൊരു കേവലം ചർച്ചയൊന്നുമല്ല, ഒരു വെളിപ്പെടുത്തലാണ്. അംബേദ്കറുടെ പൂർണ്ണമായ ദർശനം തേടിയുള്ള ഈ യാത്ര നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കും. അദ്ദേഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വായനയുടെ പരിമിതികൾ തകർത്തെറിയാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ അംബേദ്കറെ കേവലം ഭരണഘടനാ വിദഗ്ധൻ എന്ന ലേബലിൽ ഒതുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നാൽ അദ്ദേഹം അതിനും അപ്പുറമായിരുന്നു ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ രൂപീകരണത്തിന് പിന്നിലെ സൈദ്ധാന്തിക ശക്തി. തൊഴിലാളികളുടെ ജോലി സമയം 8 മണിക്കൂറായി കുറയ്ക്കാൻ നിർണായക പങ്ക് വഹിച്ച മന്ത്രി, സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി ഹിന്ദു കോഡ് ബിൽ എഴുതി അത് നടപ്പാക്കാനായി മന്ത്രിസ്ഥാനം രാജിവെച്ച വ്യക്തി. ഈ നേട്ടങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ബഹുമുഖ പ്രതിഭയെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു യുക്തിവാദിയും സത്യാന്വേഷിയുമായിരുന്നു. ഏത് വിഷയത്തെയും വിമർശനാത്മകമായി സമീപിക്കാനുള്ള ആർജവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഞാൻ ഹിന്ദുവായി ജനിച്ചെങ്കിലും ഹിന്ദുവായി മരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് സ്വന്തം സമൂഹത്തിലെ തിന്മകളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കൊണ്ടായിരുന്നു. പക്ഷെ ഇവിടെയാണ് ചോദ്യം വരുന്നത്. തന്റെ അനുയായികളോടൊപ്പം മതം മാറാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ക്രിസ്തു മതത്തെയും ഇസ്ലാമിനെയും സിഖിസത്തെയും എന്തിനു വേണ്ടിയാണ് തള്ളിക്കളഞ്ഞത് എന്ന്, എന്തുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധമതത്തിൽ അഭയം തേടിയത് എന്ന്. അംബേദ്കറുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യൻ മണ്ണിൽ വേരുകളില്ലാത്ത സെമിറ്റിക് മതങ്ങളുടെ ഘടന ഇന്ത്യൻ സമൂഹത്തിന്റെ ബഹുസ്വരതയെയും വൈവിധ്യത്തെയും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അദ്ദേഹം രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞു തരാം. അതിനു മുമ്പ് ശ്രീജിത്ത് പണിക്കരുടെ ആ ഒരു അഭിപ്രായം കൂടി നിങ്ങൾ കേട്ടുകൊള്ളണം. ഭയം ശക്തമായി സാന്നിധ്യമായ ഇസ്ലാമിക് വഴികളോ പാപമതിരുകൾ നിർണയിക്കുന്ന ക്രിസ്തീയ വഴികളോ തന്നെ തൃപ്തിപ്പെടുത്തിയില്ല. സാമൂഹ്യനീതിയിലും യുക്തിയിലും വ്യക്തിഗത സ്വാതന്ത്ര്യത്തിലും ഊന്നിയ ബുദ്ധ ദർശനമാണ് അദ്ദേഹത്തെ ആകർഷിച്ചത്. ഈ താരതമ്യ പഠനങ്ങളാണ് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളുടെ കാതൽ. അംബേദ്കറുടെ രാഷ്ട്രീയ ദർശനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ എന്നാൽ അവഗണിക്കപ്പെട്ട ഭാഗമാണ് 1940-ൽ പ്രസിദ്ധീകരിച്ച പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥം. ഈ പുസ്തകം പാകിസ്ഥാൻ വാദത്തെ കേവലം രാഷ്ട്രീയ ആവശ്യമായിട്ടല്ല കണ്ടത്, മറിച്ച് അതിനു പിന്നിലെ മതപരവും സാമൂഹികപരവുമായ സൈദ്ധാന്തിക വേരുകളെയാണ് അദ്ദേഹം പിഴുതെറിയാൻ വേണ്ടി ശ്രമിച്ചത്. ഇവിടെയാണ് ഞെട്ടിക്കുന്ന നിരീക്ഷണങ്ങൾ വരുന്നത്. അംബേദ്കർ നടത്തിയത് വികാരപ്രകടനങ്ങളല്ല, മറിച്ച് അത്യന്തം യുക്തിസഹവും അക്കാദമികവുമായ പഠനമാണ്. അദ്ദേഹത്തിന്റെ ആദ്യ വിമർശനം ഇസ്ലാമിന്റെ സാഹോദര്യ സങ്കല്പത്തെക്കുറിച്ചാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കിടയിലെ ഐക്യത്തെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്, എന്നാൽ അത് യൂണിവേഴ്സൽ അല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇസ്ലാം അത് ബന്ധിപ്പിക്കുന്നത് പോലെ അഭേദ്യമായി തന്നെ വിഭജിക്കുന്നുണ്ട്. ഇസ്ലാമിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള വേർതിരിവ് യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിന്റെ സാഹോദര്യം മനുഷ്യന്റെ സാർവത്രിക സാഹോദരമല്ല, അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള മുസ്ലിങ്ങളുടെ സാഹോദര്യമാണ്. ഈ കൂട്ടത്തിന് പുറത്തുള്ളവരോട് അവജ്ഞയും വിദ്വേഷവും അല്ലാതെ മറ്റൊന്നുമില്ല. ഇതൊരു നിസ്സാര നിരീക്ഷണമല്ല. ഒരു വിഭാഗത്തിന് മാത്രമായി ചുരുങ്ങുന്ന സാഹോദര്യം മറ്റുള്ളവരോടുള്ള ശത്രുതയ്ക്ക് വഴിവെക്കുമെന്നും അത് ഇന്ത്യൻ സമൂഹത്തിൽ ഞങ്ങൾ അവർ എന്ന ധ്രുവീകരണം സൃഷ്ടിക്കുമെന്നുമായിരുന്നുള്ള മുന്നറിയിപ്പായിരുന്നു അത്. കാഫിറുകൾ എന്നതിന്റെ അർത്ഥം നിങ്ങൾക്കെല്ലാം അറിയാമെന്നാണ് എന്റെ വിശ്വാസം. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വിമർശനം നോക്കാം. സാമൂഹിക പരിഷ്കരണ മനോഭാവത്തെക്കുറിച്ചാണ്. ഹിന്ദു സമൂഹം അവരുടെ തിന്മകളെ അംഗീകരിക്കുകയും അതിനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിക സമൂഹം അവരുടെ തിന്മകളെ തിരിച്ചറിയുന്ന പോലുമില്ല, അംഗീകരിക്കുന്ന പോലുമില്ല. അതിനാൽ പരിഷ്കരണത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ലെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഇത് ആധുനികതയിലേക്കുള്ള അവരുടെ യാത്രയാണ് തടസ്സപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. ഓർക്കണം, വർഷങ്ങൾക്ക് മുമ്പുള്ള നിരീക്ഷണമാണത്. അംബേദ്കറുടെ വിമർശനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നോക്കാം. രാഷ്ട്രീയ ഇസ്ലാം എങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളിയാകാം എന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചാണ്. അദ്ദേഹം ഒരു ഹിന്ദു ഭൂരിപക്ഷ സർക്കാർ ഇന്ത്യ ഭരിച്ചാൽ മുസ്ലിങ്ങൾ അതിനെ അനുസരിക്കുമോ എന്ന ചോദ്യം ഉയർത്തി. അതിപ്പോൾ നടക്കുന്നുണ്ട്. ഇതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി അന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു ഹിന്ദു ഒരു കാഫിറാണ്, അതിനാൽ ബഹുമാനത്തിനും തുല്യ പരിഗണനയ്ക്കും അർഹനല്ല. അതുകൊണ്ട് തന്നെ ഹിന്ദു ഭൂരിപക്ഷം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ അധികാരം മുസ്ലിങ്ങൾ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ അസംഭവ്യമാണ്. ഇന്ന് കാണുന്നില്ലേ മോദി സർക്കാരിന്റെ ഭരണത്തോടുള്ള അവരുടെ പെരുമാറ്റം? ഹിന്ദുക്കൾ കാഫിറുകളാണ്, അതിനാൽ അവരെ ബഹുമാനിക്കാനോ ഭരിക്കാനോ അർഹതയില്ലാത്തവരാണ്. ഇതിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് മതപരമായ ചിന്താഗതികൾ മതേതര ഭരണത്തെ അംഗീകരിക്കാൻ വൈമനസ്യം കാണിക്കുന്നതിന്റെ സാധ്യതയാണ്. ഒരു കാഫിർ ഭരിക്കുന്ന രാജ്യം മുസൽമാന് ദാറുൽ ഹർബ് ആയി കണക്കാക്കാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ വീക്ഷണം ജിന്നയുടെ
ഭൂരിരാഷ്ട്രവാദത്തിനും പാകിസ്ഥാൻ രൂപീകരണത്തിനും പിന്നിലെ മതപരമായ പ്രേരണകളെയാണ് തുറന്നു കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അംബേദ്കർ ജാതി വ്യവസ്ഥയെ വിമർശിച്ചത് സാമൂഹിക നീതിക്ക് വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയ ഇസ്ലാമിനെ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഇന്ത്യൻ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയായിരുന്നു. രണ്ട് വിമർശനങ്ങളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്: ഇന്ത്യൻ സമൂഹത്തിന്റെ ഐക്യവും പുരോഗതിയും. അപ്പോൾ BR അംബേദ്കർ കേവലം ജാതിവിരുദ്ധ പോരാളിയോ ഭരണഘടനാ ശില്പിയോ മാത്രമല്ല, അദ്ദേഹം വർഗീയതയുടെയും സാമൂഹിക തിന്മകളുടെയും എല്ലാ രൂപങ്ങളുടെയും എതിർത്ത ഒരു കടുത്ത വിമർശകനായിരുന്നു. നമ്മുടെ രാഷ്ട്രീയ സൗകര്യങ്ങൾക്കനുസരിച്ച് അംബേദ്കറെ മുറിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ ഒരു ഭാഗം മാത്രം ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സമഗ്രമായ ദർശനത്തോടുള്ള അനീതിയാണ്. ഇന്ന് നമ്മുടെ കേരള സർക്കാരിനെ തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാകുന്നത്. അദ്ദേഹം ഹിന്ദുത്വത്തിലെ തിന്മകളെ വിമർശിച്ചു, അതോടൊപ്പം രാഷ്ട്രീയ ഇസ്ലാമിന്റെ അപകടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ഈ രണ്ട് മുഖങ്ങളും ഒരുമിച്ച് വായിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് അംബേദ്കർ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സംരക്ഷണമായതെന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കാം. ഇനി അവസാനമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. അംബേദ്കറുടെ ഈ ഇസ്ലാം വിമർശനം ഇന്ത്യയുടെ ഇന്നത്തെ ബഹുസ്വര ജനാധിപത്യ സാഹചര്യത്തിൽ എത്രത്തോളം പ്രസക്തമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് ആത്മാർത്ഥമായി, സത്യസന്ധമായി മാത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുറന്ന മനസ്സോടെ, ഭയമില്ലാതെ നമുക്ക് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ചിന്തകളെ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് അംബേദ്കറുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ലേഖനങ്ങൾ വായിക്കണമെന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.